മറ്റൊരു വാർത്തയിലേക്ക്. തൊടുപുഴ നഗരസഭാ ഭരണം LDF നിലനിർത്തി. ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള സുവർണ അവസരം UDF നഷ്ടപ്പെടുത്തുകയായിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അംഗങ്ങൾ തമ്മിലടിച്ചതാണ് CPMലെ സബീന ബിഞ്ചുവിന് നഗരസഭാ അധ്യക്ഷ സ്ഥാനം കിട്ടാൻ കാരണമായത്. നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തൊടുപുഴയിൽ നിന്ന് PA സാഗർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സാഗർ, ഇതിൽ LDFന് ഭരണം നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? മഞ്ജുഷ്, ഇവിടെ കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്നാണ് തൊടുപുഴ നഗരസഭാ ചെയർമാനായിരുന്ന സനീഷ് ജോർജ് ഇദ്ദേഹം കൈക്കൂലി കേസിൽ പ്രതിയായതിനെ തുടർന്നാണ് രാജിവെച്ച് പുറത്തുപോയത്. ഈ ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇന്ന് CPMന് അപ്രതീക്ഷിതമായി ഭരണം കിട്ടിയിരിക്കുന്നത്. നിലവിൽ UDFന് ഭരണം കിട്ടുവാനുള്ള, തൊടുപുഴ നഗരസഭ ഭരണം കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ UDFൽ ലീഗും കോൺഗ്രസും തമ്മിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ വന്നതോടെ ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുകയായിരുന്നു. ഈ മത്സരത്തിൽ CPMും BJPയും ഒപ്പം ചേർന്നു. അതോടെ 4 സ്ഥാനാർത്ഥികളാണ് ചെയർമാൻ സ്ഥാനത്തേക്കായി മത്സരിച്ചത്. എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ ലീഗ് സ്ഥാനാർത്ഥികൾ, ലീഗ് കൗൺസിലർമാർ പുറത്തുപോയി. അവർ കുറഞ്ഞ വോട്ട് കിട്ടിയതിനാൽ തന്നെ പുറത്തുപോയി. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ BJP പുറത്തായി. മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ കോൺഗ്രസും CPMും തമ്മിലായിരുന്നു മത്സരം. ഈ വോട്ടെടുപ്പിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. കോൺഗ്രസിന് സീറ്റ് കിട്ടാൻ ഒരു സാധ്യത വന്നതോടുകൂടി തന്നെ ലീഗിലെ 5 കൗൺസിലർമാർ CPMന് വോട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ CPM വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ CPMലെ സബീന ബിഞ്ചു ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDFലെ ഒരംഗം കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇതെല്ലാം ഇവിടെ നഗരസഭയിൽ പ്രവർത്തകരും നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും പ്രശ്നങ്ങളും ഉണ്ടായി. നിലവിൽ സ്വതന്ത്രനായി വിജയിച്ച സനീഷ് ജോർജും UDFന് വോട്ട് ചെയ്ത LDF സ്ഥാനാർത്ഥി മെർലി രാജുവും കൗൺസിൽ ഹാളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ പോലീസ് സംരക്ഷണം വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. കാരണം പുറത്ത് CPM പ്രവർത്തകർ ഇവരെ തടയുമെന്ന ഭീഷണി മുഴക്കി നിൽക്കുന്നുണ്ട്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട്. CPM, കോൺഗ്രസ്, ലീഗ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ രാവിലെ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ ഈ മെർലി രാജുവും സനീഷ് ജോർജും ഉൾപ്പെടെയുള്ള കൗൺസിലർമാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ പോലീസ് സുരക്ഷ വേണമെന്നാണ് ആവശ്യം. കാരണം താഴെ ഇവർ ഇത്തരത്തിൽ വോട്ട് തിരിച്ചു ചെയ്തതിനാൽ തന്നെ CPM പ്രവർത്തകർ ഇവരെ തടയുമെന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും നഗരസഭയിൽ ഒരു നാടകീയ നീക്കം തന്നെയാണ് നടന്നത്. കിട്ടുമായിരുന്ന ഒരു ഭരണമാണ് UDFലെ തർക്കം മൂലം ഇല്ലാതായത്. ഇതേക്കുറിച്ച് രണ്ട് പാർട്ടികളുടെയും, കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജില്ലാ നേതൃത്വം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ വന്നിട്ടുണ്ടോ? ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ ഒന്നും തീരുമാനമാകാതെ വന്നതോടെയാണ് ഇന്ന് രാവിലെ ലീഗിലെ MA കരീമും കോൺഗ്രസിലെ K ദീപക്കും തമ്മിൽ മത്സരിക്കുവാൻ ധാരണയായത്. ഈ മത്സരത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ ഒന്നും ഫലം കണ്ടില്ല. തുടർന്നാണ് ഇത്തരത്തിലൊരു മത്സരത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ CPM ഭരണം നിലനിർത്തിയിരിക്കുന്നത് എന്ന് വേണം പറയുവാൻ. ഈ ഭരണം രാജിവെച്ച് ഒഴിയണമെന്നാണ് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് കൗൺസിലർമാർ എതിർ തിരിഞ്ഞുള്ള ഒരു തീരുമാനം എടുത്തതിനാലാണ് CPMനെ വോട്ട് ചെയ്യേണ്ടതായിട്ട് വന്നതെന്നാണ് ലീഗ് നേതൃത്വം വിശദീകരിക്കുന്നത്. എത്ര പേരായിരുന്നു ലീഗിന്റെ? 5 or 5 പേരോ? എത്ര പേരായിരുന്നു CPMന് വോട്ട് ചെയ്തത്? മഞ്ജുഷ്, ലീഗിൽ 6 പേരാണ് കൗൺസിലർമാരുള്ളത്. അതിൽ കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പ് നടന്ന് വിജയിച്ച വാർഡിലെ കൗൺസിലർ മാത്രം UDFന്, കോൺഗ്രസിന് വോട്ട് ചെയ്തപ്പോൾ മറ്റ് 5 പേരും CPM കൗൺസിലർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. ഈ വോട്ടാണ്, ഈ 5 ലീഗ് കൗൺസിലർമാർ രേഖപ്പെടുത്തിയ വോട്ട് കൊണ്ടാണ് CPM നിലനിർത്തിയിരിക്കുന്നത്. CPMന്റെ സബീന ബിഞ്ചുവാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇടുക്കി DCC രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്ന ലീഗ് നേതൃത്വം അവരുടെ നിലപാടും വ്യക്തമാക്കും. മഞ്ജുഷ്, ശരി. ഇക്കാര്യത്തിൽ ലീഗിന്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നതിനെ കുറിച്ച് CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? അത്തരമൊരു കാര്യത്തിലേക്ക് CPM കടന്നിട്ടില്ല. ഇപ്പോൾ ഉള്ള ചെയർമാൻ സ്ഥാനം നിലനിർത്താൻ തന്നെയാണ് CPMന്റെ നിലവിലെ തീരുമാനം. അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവും ഏറ്റെടുത്തു. ഇപ്പോൾ ചെയർമാൻ ക്യാബിനിൽ അവർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സ്ഥാനം നിലനിർത്താൻ തന്നെയാണ് CPMന്റെ തീരുമാനം നിലവിലുള്ളത്. ശരി, സാഗറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ നഗരസഭയിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു ഇന്ന്. അവിടെ UDFന് ഭരണം പിടിക്കുവാനുള്ള സുവർണ അവസരമായിരുന്നു. എന്നാൽ ആ അവസരം UDF തമ്മിലടിച്ച് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് ഭിന്നത രൂക്ഷമായത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ CPM നഗരസഭാ ഭരണം പിടിച്ചിരിക്കുന്നു.